ഞാനൊരു സ്വപ്നമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷവും അത്യാവശ്യം സിനിമകളൊക്കെ ഉണ്ട്. നമുക്ക് അതിന് ശേഷമുള്ളത് നമുക്ക് അടുത്ത വർഷത്തെ പോലെ ഇരിക്കാം. പക്ഷേ അടുത്ത വർഷം ഈ വർഷത്തേക്കാൾ മികച്ചതായിരിക്കും എന്ന് ഉറപ്പുള്ള അതെ സിനിമകളുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ മികച്ച സിനിമകളുടെ ഭാഗമാവാൻ പറ്റിയാൽ സന്തോഷമല്ലേ? അത് ശരിക്കും പ്രൂവ്ഡ് ആണ് ടൊവിനോ. ശരിക്കും ടൊവിനോ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോഴും ഇപ്പം ടൊവിനോ ഉള്ളതും നമ്മുടെ പ്രേക്ഷകർ ടൊവിനോനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം ടൊവിനോ മലയാള സിനിമയിൽ എത്ര കാലം ടൊവിനോയ്ക്ക് ആഗ്രഹമുണ്ടോ അത്രയും കാലം ഞങ്ങൾ നാട്ടുകാർ കൂടെ ഉണ്ടാവും. അല്ല, അത് ഭയങ്കര ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ എൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ ഭയങ്കരമായിട്ട് കുറേ നോക്കിയാണ് ഇനി ചെയ്യുന്നത്. കാര്യം നമുക്കങ്ങനെ ഒരു ഇത്രയും ഇത് വലിയ ഉത്തരവാദിത്തമാണ്. ഒരുപാട് പേര് നമ്മളുടെ സിനിമകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ശരിക്കും അത് തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്നറിയോ, ടൊവിനോ ഓരോ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ട്രൂ ഡെഡിക്കേഷൻ 100% അല്ലെങ്കിൽ 101% പറയാം. കാര്യം ഒരു ഫിലിമിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല താടിയുണ്ട്, ചിലപ്പോൾ താടിയില്ല, ചിലപ്പോൾ മീശ മാത്രമേ ഉള്ളൂ, മീശയില്ല. അങ്ങനെ ഇങ്ങനെ ഓരോ ക്യാരക്ടറിനും ഓരോ ഈവൻ ലൂസിഫർ തുടങ്ങി ഇതുവരെ ഭയങ്കര വേരിയേഷനാണ് ടൊവിനോയിൽ വന്നത്. അപ്പോൾ ക്യാരക്ടർ സ്റ്റഡി ചെയ്യാൻ ടൈം എടുക്കുന്നു. കീൻ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ മാത്രമല്ല അതിനോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി തയ്യാറെടുക്കുമോ? തീർച്ചയായിട്ടും നമ്മളുടെ ജോലിയുടെ പ്രധാന ഭാഗം അതാണല്ലോ. നമുക്ക് ഈ ഞാൻ ബ്രേക്ക് ഇല്ലാതെയാണ് ലൂസിഫർ മുതൽ ഒരു ഇടക്കാട് ബറ്റാലിയൻ വരെയുള്ള സിനിമകൾ ചെയ്തേക്കുന്നത്. എനിക്ക് അതിനകത്ത് ബ്രേക്ക് ഇല്ല. ഇപ്പോൾ അവിടം വരെ പോകണ്ട. ലൂസിഫർ മുതൽ ലൂക്ക വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ബ്രേക്ക് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. ലൂസിഫറിന് ക്ലീൻ ഷേവ് അടിച്ച ഞാൻ ലൂക്കയിൽ ഇത്രയും താടിയായിട്ട് വന്നത് എങ്ങനെയാണ്, വിത്തൗട്ട് ബ്രേക്ക് ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളത്. അതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞാൻ ഇതിനെപ്പറ്റി ബോധേഡാണ്. ഇപ്പോൾ സെപ്റ്റംബറിലാണ് ലൂസിഫർ ഷൂട്ട് ചെയ്യുന്നത്. അടുത്ത മാർച്ച് ഏപ്രിൽ ഷൂട്ട് ചെയ്യുന്ന ലൂക്കയിലേക്ക് താടി വേണം എന്നെനിക്കറിയാം, മാർച്ചിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങും. ഇപ്പോൾ കുറേശ്ശായിട്ട് ഓരോ പടത്തിൽ വെച്ച് ഇങ്ങനെ കൂട്ടി വരും. നമ്മൾ ഈ പെൻസിലും മസ്കാരയൊക്കെ ഇട്ട് കട്ടി കൂട്ടി പിന്നെ താടി ട്രിം ചെയ്യാതെ നമ്മൾ പെൻസിലും മസ്കാരയും മാച്ചുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ 3 മാസമൊക്കെ ബ്രേക്ക് എടുത്ത് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ 3 മാസം ബ്രേക്ക് എടുത്തിരുന്നെങ്കിൽ എനിക്ക് വൈറസിൻ്റെയും ഉയരുടെയും ലൂസിഫറുടെയും അതുപോലെ ഓസ്കാർ ഗോസ്റ്റുവിൻ്റെയും ഒന്നും ഭാഗമാവാൻ പറ്റൂലായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെയൊക്കെ ഭാഗമാവാനും പറ്റി. അതേസമയം ഓരോ സിനിമയിലും ഓരോ ലുക്ക് കൊടുക്കാനും പറ്റി. പക്ഷെ ഇതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നല്ല എഫേർട്ടാണ്. ശരിക്കും അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, വാക്കാൽ പറഞ്ഞു തീർക്കാനും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതായത് ലൂസിഫറിൽ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ലൂസിഫറിലെ ഷൂട്ട് ട്രിവാൻഡ്രത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി പിറ്റേ ദിവസം ഞാൻ കാനഡയിൽ പോയി. അവിടെയായിരുന്നു ഓസ്കാർ ഗോസ്റ്റുവിൻ്റെ ലോസ് ആഞ്ചലസ് പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ പോയ സമയത്ത് അപ്പോൾ 2-3 ദിവസത്തെ ഗ്രോത്ത് ഉള്ളൂ. ഇപ്പോൾ കാര്യം ഫ്ലൈറ്റിലിരുന്ന സമയത്തേയും അവിടെ പോയി ഷൂട്ട് തുടങ്ങുന്ന സമയത്തേയും ഗ്രോത്ത് ഉള്ളൂ. ആ ഗ്രോത്തിന് പുറത്ത് കൂടെ അകത്ത് പെൻസിലിട്ട് വരയ്ക്കും, പിന്നെ ഓരോ രോമം മസ്കാരയിട്ട് കറുപ്പിച്ച്. അപ്പോൾ ഒരാഴ്ചത്തെ ഗ്രോത്ത് ഉള്ള പോലെ തോന്നും. അപ്പോൾ അടുത്ത ഒരാഴ്ച നമുക്ക് താടി ട്രിം ചെയ്യണ്ട, പകരം ഈ മസ്കാരയും കുറച്ച് പെൻസിലും കുറച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നുള്ള സിനിമയുടെ സ്കെഡ്യൂളായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഇവിടെ ഒരു ഗോട്ടി ഉണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈവൻ താടിയാണുള്ളത്. ആ ഗോട്ടി ഇതുപോലെ മസ്കാരയും പെൻസിലൊക്കെ ഇട്ടിട്ടാണ്. പക്ഷെ ഒരു മാസം അതിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ 1 മാസം കൊണ്ട് കുറച്ചും കൂടെ ഗ്രോത്ത് ആയി. ആ ഗ്രോത്ത് കീപ്പ് ചെയ്തിട്ടാണ് ഓസ്കാർ ഗോസ്റ്റുവിൻ്റെ സെക്കൻഡ് സ്കെഡ്യൂളിൽ കുറച്ച് താടി ഉള്ളതായിട്ട് വരുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ കിലോമീറ്റേഴ്സ് എന്നുള്ള സിനിമയുടെ ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചും കൂടെ താടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോർഡറൊക്കെ കട്ട് ചെയ്ത് പിന്നെയും കുറച്ച് മസ്കാരയിട്ട് കറുപ്പിച്ചിട്ടാണ് ഉയരയിൽ അഭിനയിച്ചത്. ഉയരെ കഴിഞ്ഞ് വൈറസ് കഴിഞ്ഞ് ലൂക്ക എത്തിയപ്പോഴത്തേക്ക് ഇത്രയും താടിയായി. ടൊവിനോ ഇത് പറഞ്ഞപ്പോൾ ടൊവിനോ വെറും ഒരു 10 സെക്കൻഡ് അത് പറഞ്ഞു തീർത്തു. പക്ഷേ ഇതുവരെ ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയും പേരെ ഇന്റർവ്യൂ ചെയ്താൽ ഒത്തിരി യൂത്ത് പിള്ളേർ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു കരുതലും എനിക്ക് കിട്ടിയില്ല. ഇത്രയും ഒരു ഡെപ്ത് ആയിട്ട് എനിക്ക് കിട്ടിയില്ല ഇതുവരെ. ഷുഡ് അപ്രിഷിയേറ്റ്. അത് വാക്കുകളില്ല പറയാൻ. നമ്മളുടെ എൻ്റെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പലർക്കും അതിൽ പരിഭവമുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും സിനിമയായി പോകുന്നു എന്നുള്ളത്. അതിൽ പല അഭിപ്രായമുണ്ട്. പലർക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലി ആയിരിക്കണം, ഫസ്റ്റ് പ്രയോറിറ്റി ഫ്രണ്ട്സ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തോ സിനിമയോടുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കും പലപ്പോഴും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സിനിമയാവാറുണ്ട്. പക്ഷെ എന്നാലും ഒരു സെക്കൻഡ് തേർഡ് പ്രയോറിറ്റിയിൽ ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും വരും. എന്നാലും എന്താ വെച്ചാൽ നമുക്ക് സിനിമ എന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ പ്രേമിക്കുന്നതിന് മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു മേഖലയാണ്. എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള അത് സിനിമയ്ക്ക് അറിയാലോ, സിനിമയ്ക്കുള്ള ഒരു അട്രാക്ഷൻ. നമ്മൾ അതിലൊക്കെ അട്രാക്റ്റഡ് ആയി പോകുന്നു.
അതിൽ കിട്ടുന്ന മണി ഫെയിം എന്നുള്ളതിനൊക്കെ അപ്പുറം അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ മണി ഫെയിമിനെ കാട്ടിലും ഒക്കെ ടോവിനോ ഏറ്റവും കൂടുതൽ ആസ് എൻ ആക്ടറാണ് അതിന്റെ ട്രൂ ഡെഡിക്കേഷൻ കൊടുക്കുന്നത്. ഒബ്വിയസ്ലി. അതായത് എൻ്റെ അടുത്ത് മുമ്പ് ഞാൻ സ്റ്റാറിംഗ് പൗർണമി എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ചണ്ഡീഗറിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഞാൻ ഏത് ഹോട്ടലിൽ നിന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു പഞ്ചാബി ഒരു കക്ഷിയായിരുന്നു. ഇദ്ദേഹം അത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഇദ്ദേഹം അന്ന് ഓൾറെഡി വാൾസൊക്കെ പണിതിട്ട് കൊണ്ടുവന്ന് ബിൽഡിംഗ് ഒറ്റ ദിവസം കൊണ്ട് ഒരു ഇത്ര നിലയുള്ള ബിൽഡിംഗ് പണിത് അങ്ങനെയൊക്കെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇയാളായിട്ട് കുറച്ചേരം സംസാരിക്കാനായിട്ടന്ന് സമയം കിട്ടിയത് 2013 നമ്മുടെ കരിയറൊക്കെ തുടങ്ങുന്നൊരു സമയത്ത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് മണി ഈസ് ജസ്റ്റ് എ ബൈ പ്രോഡക്റ്റ് എന്നുള്ളത്. കാര്യം ശരിക്കും അതെ, മണി ഈസ് ജസ്റ്റ് എ ബൈ പ്രോഡക്റ്റ്. നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരു സിനിമയിൽ ഞാൻ വാങ്ങുന്ന ശമ്പളം മുഴുവനായിട്ട് എനിക്ക് കിട്ടുകയും എന്നാൽ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് വിജയിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിൽ യാതൊരു സന്തോഷമില്ല. എനിക്ക് നേരെ മറിച്ച് ഞാൻ ഒരു സിനിമയിൽ എനിക്ക് എൻ്റെ സാധാരണ ശമ്പളത്തിൻ്റെ ഒരു പകുതി പോലും കിട്ടിയിട്ടില്ല, പക്ഷെ ആ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് മണിയും ഫെയിമും ഒന്നുമില്ല, അതിനപ്പുറം നമ്മൾ ചെയ്യുന്ന വർക്ക് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്.